ഹലോ കൂട്ടുകാരെ, ട്വിൻ ജേർണിയിൽ വരുന്ന ബ്ലോക്കേജസ് എന്തൊക്കെയാണ്? അതെങ്ങനെയാണ് നമ്മളുടെ മസ്കുലൈൻ എനർജി നമുക്ക് മിറർ ചെയ്ത് കാണിക്കുന്നതെന്ന് ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സിനാരിയോയിൽ ഫെമിനൈൻ എനർജി യുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു ലൈഫ് ടൈമിൽ വളരെയധികം ഒരു ട്രോമാറ്റിക് ലൈഫായിരിക്കും. അതായത് ചൈൽഡ്ഹുഡ് തൊട്ട് ഇങ്ങോട്ടുള്ള ലൈഫ് ടൈമിൽ വളരെ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയ ഒരു ഫെമിനൈൻ എനർജിയുടെ ലൈഫിൽ പെട്ടെന്ന് ഈ ഒരു അവേക്കനിങ് സ്റ്റേജ് വരുന്നു, സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റേജ്. ഇതൊരു ജേർണിയാണ്, സ്പിരിച്വൽ ജേർണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്നർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചിങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു ആദ്യത്തെ സെപ്പറേഷൻ കഴിഞ്ഞിട്ട് മസ്കുലൈൻ എനർജി തിരിച്ചു വരുന്നു ലൈഫിൽ. അപ്പോൾ ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു യൂണിയനാണ് ഉദ്ദേശിക്കുന്നത്, പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. സോ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ മസ്കുലൈൻ എനർജി ഒരു കണക്ഷനെ അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് തിങ് തരുന്നോ ഇല്ല. എന്നാലും ആ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു എക്സ്പെക്റ്റേഷൻ്റെ എനർജിയിലേക്ക് ഫെമിനൈൻ എനർജി വരുന്നു. ആ സമയത്ത് പെട്ടെന്ന് തന്നെ മസ്കുലൈൻ എനർജി പെട്ടെന്നൊരു ദിവസം ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു സൈലൻറ്റ് മോഡിലേക്ക് പോയിട്ട് പിന്നെയും സെപ്പറേഷൻ സ്റ്റാർട്ടാവുന്നു. അപ്പോൾ ഇവിടെ പിന്നെയും മസ്കുലൈൻ എനർജി തൻ്റെ ഫെമിനൈൻ എനർജിക്ക് മിറർ ചെയ്ത് കാണിക്കുന്ന ബ്ലോക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. മെയിനായിട്ടും അബാൻമെൻറ്റ് ഇഷ്യൂസ് കാണും ഈ ഒരു ഫെമിനൈൻ എനർജിയിൽ. അതായത് അൺഹീൽഡ് പാർട്ടായിട്ടുള്ള ഒരു അബാൻമെൻറ്റ് ഇഷ്യൂസ്. അതല്ലാതെ അവരുടെ പാസ്റ്റ് ലൈഫ് തൊട്ട് ഈ ലൈഫ് ടൈമിൽ ഇപ്പോൾ വരെ അവർക്ക് കിട്ടിയിട്ടുള്ള മാക്സിമം എല്ലാ റിലേഷൻഷിപ്സിലും ഏതെങ്കിലും ഒരു പാറ്റേൺ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അതായത് അത് ഒരു ചീറ്റിംഗ് ആയിരിക്കാം, ഒരു സെൽഫ് വർത്ത് ഇഷ്യൂസിൻ്റെ കാര്യമായിരിക്കാം, സെൽഫ് എസ്റ്റീമിൻ്റെ കാര്യങ്ങൾ. അതായത് ഈ ഒരു സെൽഫ് വർത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ സെൽഫ് വർത്തൊന്നും ഇല്ലാതെ ജീവിക്കേണ്ടി വന്ന ഒരു സൈക്കിൾസ്, ഒരു പാറ്റേൺസ് പല പ്രാവശ്യം ഫെമിനൈൻ എനർജി ഒരു പോയിന്റ് വരെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതല്ലാതെ അവരുടെ ഒരു പാസ്റ്റ് കാർമിക് റിലേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു കറണ്ട് സ്റ്റാറ്റസിൽ അവരൊരു മാരീഡ് ആയിട്ടുള്ള ഒരു ഫെമിനൈൻ എനർജി ആണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്സിൽ നിന്നും കിട്ടിയ ട്രാമാസും ആ ഒരു റിലേഷൻഷിപ്സിലുള്ള സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ അവരുടെ എക്സ്പെക്റ്റേഷനെ ഫുൾഫില്ല് ചെയ്യാതെ കിടന്നിരുന്ന ആ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലൂടെ വന്ന പെയിനും ഒക്കെയാണ് ഇവിടെ മസ്കുലൈൻ എനർജി ട്രിഗർ ചെയ്ത് മിറർ ചെയ്ത് കാണിക്കുന്നത്. അടുത്തതായിട്ട് രണ്ടാമത്തെ ഒരു കാറ്റഗറിയിൽ ഫെമിനൈൻ എനർജി മേ ബി സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അൺമാരീഡ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഈ ഒരു ജേർണീനെ അക്സെപ്റ്റ് ചെയ്ത് സിംഗിളായിട്ടുള്ള ഒരു ടാഗ് ലൈനിലുള്ളവരായിരിക്കാം. അപ്പോൾ അവർ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മസ്കുലൈൻ എനർജി വരുന്നു. ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ, അതായത് ഒരു മാരേജ് കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഉള്ളത് ടുഗദർ ആയിരിക്കും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ഈ ഒരു മസ്കുലൈൻ എനർജി ഏതെങ്കിലും ഒരു പ്രഷറിൽ വന്നിട്ട് അവരുടെ മേ ബി അവരുടെ ഒരു ഫാമിലിയിൽ നിന്നുള്ള ഒരു പ്രഷറിൽ വന്നിട്ട് അൺമാരീഡ് ആയിട്ടുള്ളവർ മാരേജിന് നടക്കും മസ്കുലൈൻ എനർജിയുടെ. അതുവരെ ഇനിയൊരു പാർട്ട്ണർ, അതായത് ആ പാർട്ട്ണറുമായിട്ട് ഉണ്ടായിട്ടും തൻ്റെ ഫെമിനൈൻ എനർജിക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത മസ്കുലൈൻ എനർജി പെട്ടെന്നൊരു ദിവസം ഇവിടെ സൈലൻ്റായിട്ട്, അതായത് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തോ അല്ലെങ്കിൽ സൈലൻ്റായിട്ട് അവരുടെ തേർഡ് പാർട്ടി ആ ഒരു കാർമിക് റിലേഷനിലേക്ക് തിരിച്ചു പോവുകയോ ഇങ്ങനെയുള്ള ഒരു സിനാരിയോ വരുമ്പോൾ ഇവിടെ ഫെമിനൈൻ എനർജി വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവും. കാരണം ഇത്ര നാളും ഇന്നർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അറിഞ്ഞോ അറിയാതെയോ മസ്കുലൈൻ എനർജിക്ക് വേണ്ടിയായിരിക്കും. ആൻഡ് ഇവിടെ ഒരു ഫിയർ വരും ഫെമിനൈൻ എനർജിക്ക്, ഞാൻ ഇനി മുമ്പോട്ടങ്ങോട്ട് ഇന്നർ വർക്ക് ചെയ്താൽ, കാരണം ഞാൻ ഇന്നർ വർക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇവർ പിന്നെയും തിരിച്ചു പോയതെന്നുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ള ഒരു ഫിയർ നമുക്ക് സർഫേസിൽ വരും. അപ്പോൾ ഇനി മുമ്പോട്ട് ഇന്നർ വർക്ക് ചെയ്താൽ ഇവരിനിയും തിരിച്ചു വരില്ലേ എന്നുള്ള ഒരു പേടിയും അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഉള്ളിൽ വരും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു സോള്, അല്ലെങ്കിൽ ഇനിയൊരു സോള്, ഏതൊരു സോളും പ്യുവറാണ് അല്ലേ? ആ സോള് നമ്മുടെ മസ്കുലൈൻ എനർജിയുടെ ലൈഫിൽ വന്നിരിക്കുന്നത് അവർക്ക്
അവേക്കനിങ് ട്രിഗർ ചെയ്തിട്ട് അവരുടെ ലെസൺസ് പഠിപ്പിക്കാനാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു പക്ഷേ ഫെമിനൈൻ എനർജിയുടെ ലൈഫിൽ ഒരു കാർമിക് പാർട്ട്ണർ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മസ്കുലൈൻ എനർജിക്ക് ഒരു സോൾമേറ്റ് കിട്ടില്ല. കാരണം രണ്ടും ഒരേ സോളാണ്. അതായത് രണ്ട് ബോഡീസിലുള്ള ഒരു സോളിൻ്റെ ചോയ്സ് ഒന്നായിരിക്കും അല്ലേ. ഈ ലൈഫ് ടൈമിൽ എനിക്കൊരു കാർമിക് പാർട്ട്ണറിലൂടെ ഈ ലെസൺസ് ഒക്കെ പഠിക്കുമെന്ന് ഫെമിനൈൻ എനർജിയിലുള്ള ബോഡി അല്ലെങ്കിൽ ഏതൊരു ബോഡിയിലാണോ ഫെമിനൈൻ എനർജി ഉള്ളത് ആ ഒരു ചോയ്സ് തന്നെയായിരിക്കും മസ്കുലൈൻ എനർജിയുടെ ചോയ്സും. അപ്പോൾ ആ ഒരു കാര്യത്തെ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കുക. അതൊരു സോൾ എഗ്രിമെൻ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നതെന്ന് മനസ്സിലാക്കുക. അത് ഫിസിക്കൽ വേൾഡിൽ മാത്രമാണ് ഈ ഒരു സെപ്പറേഷൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഫെമിനൈൻ എനർജി ഹീൽ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയായിരിക്കും മസ്കുലൈൻ എനർജി കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ, എക്സ്പെക്റ്റേഷൻ ഒരു കാര്യം, അവർ വരുമെന്നും അവരുടെ കൂടെ ജീവിക്കാമെന്നുമുള്ള ഒരു എക്സ്പെക്റ്റേഷൻ അറിഞ്ഞോ അറിയാതെ ഫെമിനൈൻ എനർജിക്ക് ഇവിടെ കാണും. അതിനെ ഹീൽ ചെയ്യുക. രണ്ടാമത്തേത് കല്യാണം. അതായത് കുഞ്ഞിലെ തൊട്ടേ മേ ബി ഈ ഒരു ഫെമിനൈൻ എനർജി വളർന്ന ചുറ്റുപാടുകളിൽ പേരൻസിന് ഭയങ്കരമായിട്ട് വഴക്ക് കൂടി കണ്ട്, അതായത് അങ്ങനെ ഉള്ള മേ ബി ഒരു വഴക്കടിക്കുന്ന ഒരു പേരൻസിനെയൊക്കെ കണ്ടിട്ട് വളർന്നു വന്ന ഫെമിനൈൻ എനർജിയാണ്. എനിക്കിനി ഒരു 3Dയിലെ ഒരു കല്യാണമൊന്നും വേണ്ടാന്ന് ഫിക്സായിട്ട് അങ്ങനെ തീരുമാനിച്ചിരുന്ന ഒരു ഫെമിനൈൻ എനർജി ആയിരിക്കാം. അതല്ലേ എങ്കിൽ അവർ ഓൾറെഡി ഒരു മാരേജിലൂടെ കടന്നു പോയവരാണെങ്കിൽ അവിടുന്ന് ആ ഒരു കാർമിക്കിൽ നിന്നും കിട്ടിയ ട്രാമാസിനെയും പെയിനിനെയും സ്റ്റിൽ ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫെമിനൈൻ എനർജീസ് ആവാം. അപ്പോൾ ഇതൊക്കെയും അവർ ഇവിടെ ട്രിഗർ ചെയ്ത് കാണിക്കുകയാണ്. ഇതിനെയൊക്കെയും ഹീൽ ചെയ്യുക. ഇനി അടുത്തൊരു സിനാരിയോയിൽ, അടുത്തൊരു കണ്ടീഷനിങ്ങിൽ ഫെമിനൈൻ എനർജിയും മസ്കുലൈൻ എനർജിയുടെയും ചൈൽഡ്ഹുഡ് തൊട്ട് നല്ല ഒരു സെറ്റിൽഡ് ഹാപ്പി ഗോയിങ് ലൈഫായിരുന്നിരിക്കാം. എപ്പോഴാണോ അവരുടെ കൗണ്ടർ പാർട്ടിനെ കണ്ടുമുട്ടിയത് അപ്പോൾ തൊട്ടായിരിക്കാം സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുന്നതും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസിലേക്കൊക്കെ വരുന്നതും. അപ്പോൾ ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് എല്ലാ ട്വിൻ ഫ്ലെയിംസിൻ്റെയും ചൈൽഡ്ഹുഡ് തൊട്ട് ഇങ്ങോട്ട് വളരെയധികം കഷ്ടപ്പാടുകളൊക്കെ കാണുമോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ ജേർണിയിലാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ. ഒരിക്കലുമല്ല. നമ്മളുടെ കാർമിക് ബാഗേജ് എത്രയുണ്ടോ, നമ്മൾക്ക് ക്ലിയർ ചെയ്യേണ്ട കർമ്മങ്ങൾ എത്രയുണ്ടോ അതിൻ്റെ അനുസരിച്ചായിരിക്കും അവരുടെ ലൈഫ് ടൈമിൽ വരുന്ന ഒരു പാറ്റേൺസ് അല്ലെങ്കിൽ ആ ഒരു കാർമിക് എനർജീസ്. അതുകൊണ്ട് മാത്രമാണ് ട്വിൻ ഫ്ലെയിം വന്നു കഴിഞ്ഞിട്ടാണ് സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്നത്. അവിടെ വരെ ഒരു ഹാപ്പിയർ ലൈഫായിരുന്നുവെങ്കിൽ അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് അത്രയും കർമ്മ ബാഗേജ് നിങ്ങൾ ക്യാരി ഔട്ട് ചെയ്തിട്ടില്ല ഈ ഒരു ലൈഫ് ടൈമിൽ എന്നാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് സ്റ്റിൽ ഇവിടെ ഒരു സെപ്പറേഷൻ വരാറുണ്ട്. കാരണം സെപ്പറേഷനിലൂടെയാണ് ട്വിൻ ഫ്ലെയിംസ് ശരിക്കും ഒരു പ്രിപ്പറേഷൻ, യൂണിയന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ പലപ്പോഴും DMൻ്റെ കുറവുകൾ കൂടുതലായിട്ട് കൗണ്ട് ചെയ്യാറുണ്ട്. അവർക്ക് ഈ കുറവുണ്ട്. അതായത് 3D ലെവലിൽ അവർ മേ ബി കാണാൻ കൊള്ളില്ല, മേ ബി ജോലി ശരിയല്ല. വളരെ 3D ഓറിയൻറ്റഡ് ആയിട്ട്, തേർഡ് ഡയമെൻഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന DFs ആയിരിക്കാം. അതേപോലെ തന്നെ അവരുടെ DMs സെയിം തിങ് അവർക്ക് മിറർ ബാക്ക് ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഹീൽ ചെയ്യേണ്ടത് സെൽഫ് ലവ് ഇഷ്യൂസാണ്. കാരണം നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ കൗണ്ടർ പാർട്ടിനെ അവരെങ്ങനെയാണോ അവരായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ പല സിനാരിയോസിലും ഫെമിനൈൻ എനർജി ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഇത്രയൊക്കെ ഇന്നർ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് പോലും പലപ്പോഴും ഡൗട്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണ്, ഇത്രയും ഇന്നർ വർക്ക് ചെയ്തിട്ടും എന്താണ് നമ്മുടെ മസ്കുലൈൻ എനർജി അവേക്കൻ ആവാത്തത്, ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എല്ലായ്പ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. അതിൻ്റെ കാരണം ഒരിക്കലും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ആ മിററിങ് കൈൻഡ് ഓഫ് തിങ് അല്ല. കാരണം നമ്മളുടെ മസ്കുലൈൻ എനർജി ഒരു ട്രിഗർ തരുന്ന ഉടനെ നമ്മളത് മിറർ ബാക്ക് ചെയ്തിട്ട് നമ്മളിൽ എന്ത് പോരായ്മയാണ്, നമ്മളിനി എവിടെയാണ് ഹീൽ ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കാറുണ്ട് അല്ലേ. അപ്പോൾ എല്ലായ്പ്പോഴും ഇത് വാസ്തവമല്ല. കാരണം ഒരാത്മാവാണെങ്കിലും 2 ബോഡിയും 2 മൈൻഡുമാണ്. അതായത് വളർന്ന സാഹചര്യങ്ങൾ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതായത് വളർന്ന ചുറ്റുപാടുകൾ, ഏത് ഫാമിലിയിലാണോ നമ്മൾ വളർന്നത്
പിന്നെ കറൻറ്റ് സിറ്റുവേഷൻസ് അതൊക്കെയും നമ്മളുടെ മസ്കുലൈൻ എനർജീൻ്റെയും ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും അല്ലേ? അവരുടെ ഒരു ബിലീഫ് സിസ്റ്റം കാണും. അവരുടെ ഒരു അൺബ്രോക്കൺ ആയിട്ടുള്ള, അതായത് ബ്രോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ അവർക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും കാണും സൊസൈറ്റി നോംസിൽ. പക്ഷേ ഒരിക്കലും അവർക്കത് പെർമനൻ്റ് ആയിട്ട് ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കുക. കാരണം നമുക്ക് പലപ്പോഴും സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കാം. അവർ അവേക്കൻ ആയില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാൽ DF എപ്പോഴാണോ ഡെഡിക്കേറ്റഡ്ലി ഇന്നർ വർക്ക് ചെയ്യുന്നത്, രണ്ടാമത്തേത് ഒരിക്കലും തൻ്റെ മസ്കുലൈൻ എനർജി തിരിച്ചു വരണമെന്ന് പറഞ്ഞല്ല, നമ്മളുടെ പീസ് ഓഫ് മൈൻഡിന് വേണ്ടി, നമ്മളുടെ അബൻഡൻസിന് വേണ്ടി, നമ്മളുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനർജറ്റിക്കലി നമ്മളുടെ മസ്കുലൈൻ എനർജിക്ക് അവേക്കൻ ആയേ പറ്റുള്ളൂ. അത് പലപ്പോഴും ഈ ഡൗട്ട് വരുമ്പം തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളും പലപ്പോഴും ഈ ജേർണിയിൽ നിന്നും തിരിച്ചോടാൻ ട്രൈ ചെയ്തിട്ടില്ലേ, പല സന്ദർഭങ്ങളിൽ, പല പാറ്റേൺസിലൊക്കെ. അപ്പോഴൊക്കെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. സെയിം തിങ് ആണ് നമ്മളുടെ കൗണ്ടർ പാർട്ടിനും ആപ്ലിക്കബിലിറ്റി ഉള്ളത്. ഇവിടെ ഓൺലി തിങ്, ഒരു കണ്ടീഷൻ മാത്രം യൂണിവേഴ്സ് തരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിൽ ഫോക്കസ്ഡ് ആയിരിക്കുക, അത്രമാത്രം. പിന്നെ അവർ അവേക്കനായിട്ടും സ്റ്റിൽ സൈലൻ്റ് ആണ്. ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇനി ആരെങ്കിലും ഉണ്ട്, അവരുടെ ജോലിക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, അവരുടെ ഫാമിലിക്കാണെന്നൊക്കെ ഉണ്ടെങ്കിലും അതിനെ ലെറ്റ് ഗോ ചെയ്യുക. കാരണം അതൊരു സോൾ എഗ്രിമെൻറ്റിൻ്റെ അനുസരിച്ചാണ് അവരുടെ ലൈഫിലുള്ളത് അല്ലേ? അപ്പോൾ എപ്പോഴാണോ നമ്മൾ ആ ഫിയറിൽ ഓപ്പറേറ്റ് ചെയ്യാത്തത്, എപ്പോഴാണ് നമ്മളൊരു എക്സ്പെക്റ്റേഷൻസിൻ്റെ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാത്തത്, ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇന്നർ സ്ട്രെങ്ത് നമ്മളുടെ മസ്കുലൈൻ എനർജിക്കും വരുന്നതാണ്. സോ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ഹീലിംഗ് സെഷൻസിനായിട്ട്, കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, റേക്കി അറ്റ്യൂട്ട്മെൻറ്റിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.